ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് വീട്ടിലൊക്കെ ബാക്കി കുറച്ചെങ്കിലും ഒരു ചോറ് ബാക്കി വരില്ല നമ്മൾ വെച്ചതിൽ, ആ ഒരു ചോറ് വെച്ചിട്ട് നമുക്ക് അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടെ. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇനി എങ്ങനെ സ്നാക്ക് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു കപ്പ് ചോറ് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയൊക്കെ ചോറ് എന്തായാലും വെച്ച് കുറച്ചെങ്കിലും വരുമല്ലോ, അതെടുത്താലും മതി. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ ചോറ് മുഴുവൻ, അതായത് നമ്മൾ ഏത് ചോറ്, പലരും പല റൈസാണല്ലോ ഉപയോഗിക്കുക, അത് ഏതാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. അത് ബാക്കി വന്ന് ഇതുപോലെ എടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അരച്ചെടുക്കട്ടെ. അരച്ച് ഒരുപാട് പേസ്റ്റൊന്നും ആവണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ആ ചോറിൻ്റെ തരി ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ കൈ വെച്ചിട്ട് നല്ല വെന്ത ചോറൊക്കെ ആണെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ മിക്സിയിൽ ജസ്റ്റ് ഒരു കറക്കിയാൽ മതി. ഇപ്പോൾ ഞാനിവിടെ അരച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ ഫുള്ളായിട്ട് നല്ല പേസ്റ്റല്ല, ഒരു അതിൻ്റെ ഇടക്ക് ചോറിൻ്റെ തരിയുണ്ട്, അങ്ങനെ അരച്ചെടുത്തെടുത്ത് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു വലിയൊരു സവാള, ഒരു 2-3 തണ്ട് മല്ലിച്ചപ്പ്, കുറച്ച് കറിവേപ്പില, ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും, 2 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പിലും മല്ലിച്ചപ്പൊക്കെ നമ്മൾ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ അത്രയും ആഡ് ചെയ്യുന്ന അത്രയും ടേസ്റ്റാണ് കറിവേപ്പിലൊക്കെ ആഡ് ചെയ്യുമ്പോൾ. കറിവേപ്പില ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കണേ. പിച്ചിട്ട് കൊടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് കിട്ടും. ഇനി അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പൊടികൾ ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ. അതിന് ശേഷം കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം പൊടിയല്ല പെരിഞ്ജീരകം അങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ, പൊടിക്കാതെയാണ് ഇട്ട് കൊടുത്തത്. അതിന് ശേഷം 3 ടേബിൾ സ്പൂൺ കടലമാവാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, സ്പൂൺ വെച്ചിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ആക്കി എടുക്കാം. കാരണം സ്പൂണോട് നമുക്ക് അത് നന്നായിട്ട് അത് ആയി കിട്ടില്ല. ജസ്റ്റ് ഒന്ന് അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ അത് ഉടച്ചെടുക്കാം കേട്ടോ. നല്ല കൈ വെച്ചിട്ട് നന്നാക്കി മിക്സ് ആക്കി എടുക്കുക. സ്പൂൺ വെച്ചിട്ട് നമുക്കത് അത്രയും ആണ്ട് മിക്സായി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുമ്പോഴാണ് അതാവുമ്പോൾ എല്ലാം കൂടി സെറ്റ് ആവുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ തുള്ളി വെള്ളം ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്നില്ല, കാരണം ചോറിൽ കുറച്ച് വെള്ളം പോലെ ഉണ്ടാവും, അതുകൊണ്ട് ആഡ് ചെയ്യുന്നില്ല. എനിക്ക് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. മിക്സ് ആക്കിയ രൂപം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിങ്ങനെയാണ് നമുക്കിത് കിട്ടേണ്ടത് കേട്ടോ. അതാ ഇതുപോലെ നന്നായിട്ട് പറ്റി പിടിച്ച പോലെ കിട്ടണം. ആ ഉള്ളിയും ആ ചോറൊക്കെ കൂടി എല്ലാം കൂടി ഇതേപോലെ കിട്ടണം. ഇതാണ് പരിവം. ഇതുപോലെ നിങ്ങൾക്ക് ഒട്ടിപ്പിടിച്ചത്, അതായത് ഉള്ളിയും ചോറും പോലെ വെവ്വേറെ ആണെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് കുഴച്ചിട്ട്, വെള്ളം ഒരുപാട് വേണ്ട, 1 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ആഡ് ചെയ്ത് കുഴച്ചിട്ട് ഇതേപോലെ ആക്കുക. ഓവർ വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ കുഴക്കുന്ന സമയത്ത്. ഇനി അതിന് ശേഷം നമുക്കൊരു പാൻ വെച്ച് പാൻ ചൂടായതിനു ശേഷം ഇതുപോലെ ഓയിലാണ് ഒഴിച്ച് കൊടുത്തത്. ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം നമ്മൾ ഇത് കുഴയ്ക്കുമ്പോൾ പാടില്ലേ, വെള്ളം കൂടാൻ പാടില്ല, വെള്ളം ആഡ് ചെയ്യാനേ പാടില്ല. എനിക്ക് എന്തെങ്കിലും നമുക്ക് കുഴയ്ക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഉള്ളൊരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. വെള്ളം കൂടരുത്. എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് സൈസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ ചാക്കിയിട്ട് കൊടുക്കാം കേട്ടോ. നുള്ളിയിട്ട് ചെറിയ ഇതായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. കുറച്ച് വലുതാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഓവർ വലുതാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണ്ട. ഇങ്ങനെയാണ് ഇട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുഞ്ഞേതാക്കി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. ഇപ്പോൾ ഞാനൊരു ആദ്യ ട്രിപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്നാവട്ടെ. അതിന് ശേഷം ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയത്തിലാക്കണം കേട്ടോ ഫ്ലെയിം. ആദ്യം ഹൈ ഫ്ലെയിമിലാക്കി അതിൽ ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയത്തിലാക്കിയാൽ മതി. അല്ലെങ്കിൽ അത് പുറം ഭാഗം മാത്രം കരിഞ്ഞ് കിട്ടും, ഉള്ളിൽ കറക്റ്റായിട്ട് കിട്ടില്ല. നമുക്ക് ആയിന്ന് തോന്നും, ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് ആവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ആയിന്ന് തോന്നും, പക്ഷെ ഉള്ളിൽ ആയിട്ടുണ്ടാവില്ല. അതിന് ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയത്തിലാക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാ സൈഡും ആയി കിട്ടും. ഓയിലൊക്കെ ഒരുപാട് ഒഴിച്ചിട്ടില്ല, അപ്പോൾ തന്നെ അങ്ങനെ ഇളക്കി കൊടുത്താൽ തന്നെ അതാവും കേട്ടോ. ഇപ്പോൾ അതായി വരുന്നുണ്ട്. നമ്മളെ സ്നാക്ക് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനിതാ ഫസ്റ്റ് ട്രിപ്പ് ഇട്ടത് എണ്ണയിലെടുത്ത് മാറ്റിയാണ്. ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ട്രിപ്പ് ഓവറായിട്ടാക്കിയാൽ കരിഞ്ഞ് അതിന് ടേസ്റ്റ് മാറും. ഇതാണ് അതിൻ്റെ പരുവത്തിലാക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ആയതിട്ടത് നമ്മൾ എടുത്തിട്ട് മാറ്റി രണ്ടാമത് ഇതേപോലെ തന്നെ ചെറിയതാക്കിയിട്ടോ ഈ ഒരു സൈസിലിട്ട് കൊടുക്കുക. നല്ല ചെറുതപ്പോൾ നല്ല രസമാണ് കേട്ടോ. അത് നല്ല കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ല ഓവറായിട്ട് വലുപ്പം സൈസ് കൂടണ്ട. ഇതുപോലെ തന്നെ അല്ലാതെ നമുക്ക് ഇട്ട് കൊടുക്കാം. അവിടെ ഫുള്ളായിട്ട് രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ അത് ഫ്രൈ ആകുമ്പോൾ അങ്ങനെ തിരിച്ചും മറിച്ചും ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കുക. ഞാൻ ഫുള്ള് അങ്ങനെ കാണിക്കുന്നില്ല, ഞങ്ങൾ വീഡിയോ ഇങ്ങനെ സ്കിപ്പാക്കി പോകേണ്ട വെച്ചിട്ടാണ്. ഫുള്ളിങ്ങനെ കാണിച്ചാൽ കണ്ടത് തന്നെയല്ലേ നീ കാണുന്നത്, അപ്പോൾ എനിക്ക് ബോറടിക്കേണ്ട വെച്ചിട്ടാണ് എൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ
ഫുള്ളായിട്ട് കാണിക്കാത്തത്. അപ്പോൾ അതാ ഫ്രൈ ആയിട്ട് അതും ഓയിലെടുത്ത് മാറ്റി. ഇപ്പം നമ്മളുടെ അടിപൊളി ചോറ് വെച്ചിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഉള്ളിവട പോലെ വിചാരിക്കും, പക്ഷേ ഉള്ളിവടനായിട്ടും ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കുമ്പോൾ. ചോറൊക്കെ ബാക്കി വരുമ്പോൾ ഒരു എളുപ്പമല്ല ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റാണ്. ആ പെരിഞ്ചീരൊക്കെ ഇടുമ്പോൾ വേറെ ഒരു ടേസ്റ്റാണ്, നല്ലൊരു ടേസ്റ്റാണ്. നല്ല മുരുമുരാന്നുണ്ട്, നല്ല അങ്ങനെ നമ്മൾ പൊട്ടിക്കുമ്പോൾ തന്നെ സൗണ്ടും ഉണ്ടാവും, കൃകൃന്നുണ്ടാവും. ഞാനൊക്കെ ഇവിടെ കുട്ടികളുടെ സൗണ്ട് കാരണമാണ് ഞാനത് സൗണ്ട് കേൾപ്പിക്കാത്തത്. നല്ല മുരുമുരായിട്ട് ഉണ്ട്. ആ ചെറുതൊക്കെ പറക്കി തരുമ്പോൾ നമുക്ക് ഒരു കടല പറക്കി കഴിക്കണ പോലെ ആ ചെറിയതാക്കി ഇടുമ്പോൾ അതേപോലെ ചെറുതാക്കി ഇട്ടാൽ അത്രയും ടേസ്റ്റാണ്. ചെറുതാക്കി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്താ ചെറിയ പീസാക്കി ഇടുമ്പോൾ കുറഞ്ഞാട്ടിയും രസം. ഞാൻ 2 സൈസിലിട്ട്, ഒന്ന് നല്ല ചെറുതാക്കിയിട്ടും പിന്നെ കുറച്ച് ഈ ഒരു വലുപ്പത്തിലൊക്കെ ഇട്ടത് കേട്ടോ. നല്ല മുരുമുരായിട്ട് ഇരിക്കേണ്ട ചെറിയ പീസൊക്കെ നല്ല മുരുവാനുണ്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറ് ഇപ്പോൾ എല്ലാവരുടെയും ചിലപ്പോൾ ബാക്കി ഉണ്ടാവും, ഏതെങ്കിലും ഒരു ദിവസം ചോറ് ബാക്കി വരാത്ത ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ബാക്കി വരുന്ന ദിവസം കളയാതെ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്ക് റെഡി. അപ്പോൾ ഇത്ര നമ്മൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.